ഹായ് കൂട്ടുകാരെ, വീണ്ടും ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേടെറ്റ്, നെറ്റ്, സെറ്റ് പോലുള്ള എലിജിബിലിറ്റി ടെസ്റ്റുകൾ എങ്ങനെ പാസ്സാകാം അല്ലെങ്കിൽ ഈ പരീക്ഷകൾക്ക് എങ്ങനെ പഠിക്കാമെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ട്രിക്സുകൾ മാത്രം നോക്കിയിരുന്ന് അവരവർ പഠിച്ചില്ല എങ്കിൽ ഇവയൊന്നും പാസ്സാകില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ വിശദീകരിക്കുന്നത് പോലെ ആരും നിങ്ങൾക്ക് ഇതുവരെ പറഞ്ഞു തന്നിട്ടുണ്ടാവില്ല. എൻ്റെ അനുഭവത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഞാൻ പഠിച്ചത് D.Ed ആണ്. ആ സമയത്ത് കേടെറ്റ് പരീക്ഷയെക്കുറിച്ച് പറഞ്ഞു തരാൻ എനിക്ക് ആരുമുണ്ടായിരുന്നില്ല. D.Ed പഠിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായ അറിവ് ലഭിച്ചത്. അതിൽ നിന്ന് എനിക്ക് ആദ്യം മനസ്സിലായ കാര്യം, പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ എലിജിബിലിറ്റി ടെസ്റ്റുകൾക്ക് പ്രിപ്പയറായി പാസ്സായാൽ എല്ലാം വളരെ സിമ്പിൾ. പിന്നീടായാൽ കുറച്ച് ബുദ്ധിമുട്ടിയാൽ നമുക്കിത് പാസ്സാകാൻ സാധിക്കും. അതിന് ചില ടിപ്സുകൾ നമ്മൾ ഫോളോ ചെയ്യണം. അവ എന്താണെന്ന് നോക്കാം. ഒന്നാമതായി സിലബസ്. കേടെറ്റ്, നെറ്റ്, സെറ്റ് ഇതിൽ ഏതുമാകട്ടെ, ആദ്യം സിലബസ് വ്യക്തമായി മനസ്സിലാക്കണം. ഓരോ പോർഷനിൽ നിന്നും എത്ര മാർക്കിന് ചോദിക്കുമെന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. സിലബസ് അനുസരിച്ചുള്ള എല്ലാ ഭാഗങ്ങളും നന്നായി വായിച്ചിരിക്കണം. രണ്ടാമതായി കീ നോട്ട്സ് തയ്യാറാക്കൽ. ഓരോ പോർഷനും വായിക്കുന്നതിനോടൊപ്പം നാം അത് പഠിക്കാറുമുണ്ട്. അത് മറന്നു പോകാതിരിക്കാനും പിന്നീട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി കീ നോട്ട്സ് തയ്യാറാക്കി വെക്കണം. പിന്നീട് പഠിക്കുന്ന സമയത്ത് ഡൗട്ട് വന്നാൽ നോക്കാൻ പുസ്തകത്തിന്റെ പേരും പേജ് നമ്പറും രേഖപ്പെടുത്തി വെക്കണം. മൂന്നാമതായി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. മുൻകാല ചോദ്യപേപ്പറുകൾ വർക്കൗട്ട് ചെയ്യൽ. എങ്ങനെയും പരമാവധി ചോദ്യപേപ്പറുകൾ കളക്ട് ചെയ്യണം. നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ കണ്ടെത്തണം. കിട്ടാത്തവ മാത്രം മറ്റുള്ളവരുടെ സഹായത്താൽ കണ്ടുപിടിക്കുക. നാലാമതായി കുട്ടികളുടെ പുസ്തക പഠനം. ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏത് എലിജിബിലിറ്റി ടെസ്റ്റാണോ എഴുതുന്നത് അതുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ പുസ്തകം വ്യക്തമായി അറിഞ്ഞിരിക്കണം. ഇത്തരത്തിലുള്ള ചില ട്രിക്സുകൾ ഉപയോഗിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇവ പാസ്സാകാൻ സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ ട്രിക്സുകൾ പരീക്ഷിക്കുമല്ലോ. ഇവ വിജയിച്ചോ ഇല്ലയോ എന്ന് കമന്റിലൂടെ അറിയിക്കണേ. വീഡിയോ ഉപകാരപ്രദമായാൽ ഒരു ലൈക്കും ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ.